എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കുമ്പിളപ്പമാണ്, അതായത് ചക്കയപ്പം. അപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ചക്ക കിട്ടും, ഒരു ക്ഷാമവും ഇല്ലാതെ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക. ഇത് തേൻ വരിക്കയാണ്. അപ്പോൾ കുരുവെല്ലാം കളഞ്ഞ് ക്ലീനായിട്ട് ഞാൻ മുറിച്ച് വെച്ചേക്കുന്നതാണിത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മുറിച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും അരയ്ക്കാൻ കഴിയില്ല, അതുകൊണ്ട് പകുതി മാത്രം എടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങ് മുഴുവനായിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും ശർക്കര എടുക്കുക. അപ്പോൾ ശർക്കര ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു 2 വലിയ കട്ട ഇടുന്നുണ്ട്. അപ്പോൾ മധുരം അധികം ഓവറും അല്ല, അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടിയില്ലാതെ നന്നായിട്ട് അങ്ങ് ചീകിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, അതായത് മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരു നാളികേരം മുഴുവനായിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി ആദ്യം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് കുഴച്ച് നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 6 തവി അരിപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കുമ്പിളും ഊത്തിയിട്ട് അതിനകത്ത് നരച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇടനേലയാണ്. അപ്പോൾ ഇത് പല സ്ഥലത്തും പല പേരാണിത്. അപ്പോൾ ഇത് ഓരോ കുമ്പിളെടുത്തിട്ട് നിറയ്ക്കുക. അതിന് ശേഷം ഒന്ന് മടക്കി വെച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെക്കുക. വെള്ളം ചൂടായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അരമണിക്കൂർ മതിയാവും. അരമണിക്കൂർ കൊണ്ട് നമുക്ക് കുമ്പിളപ്പം വെന്ത് കിട്ടും. അപ്പം ഇനി ഇതങ്ങ് മൂടി വെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുമ്പിളപ്പം അഥവാ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിക്കാത്തവർ വളരെ റെയർ ആയിരിക്കും. അഥവാ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു.